വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ. ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകമനുഷ്യർ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഒട്ടൊക്കെ വലിയ പ്രതിസന്ധികൾ, നിരാശാജനകമാകുന്ന സാഹചര്യങ്ങൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കവർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിൽ ഉണ്ട് എന്നുള്ള ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവനോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചുകൂടായികയാൽ അവർ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, യേശു അവരുടെ വിശ്വാസം കണ്ടു. നമുക്കറിയാം, പക്ഷപാതക്കാരനെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ സ്വതന്ത്രമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവൻ, പ്രതീക്ഷ മുഴുവൻ അസ്ഥാനത്ത് ആയി നിൽക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ തന്നെ കാണുകയും തന്നെ അറിയുകയും തന്നെ സ്നേഹിക്കുകയും തന്നോട് ആർദ്രത കാണിക്കുകയും ചെയ്യുവാൻ താല്പര്യമുള്ള 4 വ്യക്തികൾ. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ ഒരു കണ്ണിനും ദയ തോന്നാതെ വണ്ണം നിർണായകമാകുന്ന സമ്മർദ്ദങ്ങളുടെ നടുവിലൂടെ ഞാനും നിങ്ങളും നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ ജീവിതത്തിൽ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് പ്രതീക്ഷയില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, അനർത്ഥവും ആപത്തുകളും നിറഞ്ഞ പ്രതികൂലങ്ങൾ. ഇവയുടെയൊക്കെ നടുവിലായിരിക്കാം ഞാനും നിങ്ങളും നിലനിൽക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പക്ഷപാതക്കാരൻ്റെ ജീവിതത്തിൽ 4 ആൾക്കാരുടെ പ്രതീക്ഷയോടുകൂടിയുള്ള പ്രയത്നവും വിശ്വാസവും ആ വ്യക്തിയെ ജയാളിയാക്കി തീർക്കുവാൻ, രോഗസൗഖ്യമുള്ളവനാക്കി തീർക്കുവാൻ ഇട നൽകി എന്ന് നാം മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ അസാധാരണമായ വിശ്വാസം അവരെ മുൻപോട്ട് നയിപ്പാൻ കാരണമായി തീർന്നു. ഒരിക്കലും യേശുവിൻ്റെ അടുക്കൽ വന്നെത്തിയിട്ട് വൃഥാവായി യേശു കൈവിടുകയില്ല എന്നുള്ള തിരിച്ചറിവ് അവരെ ധൈര്യസമേതരായി ആ പക്ഷപാതക്കാരനെയും ചുമന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ അവരെ പ്രേരിപ്പിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന പ്രതിസന്ധികളിലൂടെ ഞാനും നിങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി ദൈവവചനത്തിൽ ആശ്രയിച്ച് പക്ഷപാതക്കാരൻ്റെ ചരിത്രത്തെ ആസ്പദമാക്കി ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിൽ ഏത് നിർണായകമാകുന്ന ഘട്ടത്തിലൂടെയാണ് നാം പോകുന്നതെങ്കിലും, ഏത് തരത്തിലുള്ള അസാധാരണമാകുന്ന സംഭവം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു എങ്കിൽ തന്നെയും ഒരുപക്ഷെ സ്വന്തമായി പ്രയത്നിക്കുവാനോ സ്വന്തമായി അധ്വാനിക്കുവാനോ കഴിയാതെ വണ്ണം ക്ഷീണിതരോ ബലഹീനരോ ആയി ഞാനും നിങ്ങളും നിലനിൽക്കുന്നെങ്കിലും ഒരു കാര്യം പറയട്ടെ, ശ്രദ്ധയോടുകൂടെ നാം യേശുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മളോടുകൂടെ ചേർന്ന് നിൽക്കുന്നവരുടെ വിശ്വാസം പോലും ഒരുപക്ഷെ നമ്മുടെ സങ്കീർണമാകുന്ന പ്രതിസന്ധികളെ മാറ്റി ജയാളികളാക്കി തീർക്കുവാൻ പര്യാപ്തമാണ് എന്ന് നാം മറന്നു പോകരുത്. ഇവിടെ ഞാൻ പിന്നെയും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, അസാധാരണമായ വിശ്വാസം അവരെ പിന്തിരിപ്പിച്ചില്ല, മറിച്ച് യേശുവിങ്കിലേക്ക് അവരെ അടുപ്പിച്ചു. അതെ, ഒരുപക്ഷെ യേശുവിനോടുകൂടെ ചേർന്ന് നിൽക്കുന്നവർ എന്ന് പറയുന്നവർ പോലും ഈ കാലഘട്ടത്തിൽ അനേകരെ പിന്തിരിപ്പിക്കുന്നവരായി, അല്ലെങ്കിൽ അനേകർക്ക് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നെത്തുവാൻ കഴിയാതെ തടസ്സമായി തീരുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ പക്ഷപാതക്കാരനെയും ചുമന്നു പോകുന്ന 4 പേരുടെ അസാധാരണമാകുന്ന വിശ്വാസം അവരെ എന്ത് ചെയ്തില്ല? പിന്തിരിപ്പിച്ചില്ല.
ഒരുപക്ഷെ നമ്മുടെ അവിശ്വാസത്തെ ജയിക്കുവാൻ പര്യാപ്തമാകുന്നത് നമ്മളിലെ അസാധാരണമായ വിശ്വാസമായിരിക്കും. പിന്നെയും ഞാനിവിടെ പറയട്ടെ, ദൈവത്തിങ്കിലെ വിശ്വാസം പ്രതിസന്ധിയെ ജയിക്കുവാനും ഏത് ദുർഘടങ്ങളെയും ജയിച്ച് അതിൻ്റെ മേൽ ചാടിക്കടക്കുവാനുമുള്ള ധൈര്യം ഒരു വ്യക്തിക്ക് പകരും. നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ചുറ്റുപാടുകൾ മുഴുവൻ ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ 4 പേർ ഈ പക്ഷപാതക്കാരനെയും ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഒരു കാര്യം മറന്നു പോകാതെ ഉറപ്പോടെ വിശ്വസിക്കുക. ഒരുപക്ഷെ ചുറ്റും കാണുന്ന അനേകർ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തിയേറിയ യാത്രയ്ക്ക് തടസ്സമായി എന്ന് വന്നേക്കാം. എന്നാൽ യേശുവിനോട് അടുത്ത് ചെന്ന് നോക്കുവാൻ തയ്യാറാകുമ്പോൾ പിന്നെയും പ്രതീക്ഷയില്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളും സങ്കീർണതകളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ അതേ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ തെളിയത്തക്കവണ്ണം യേശുവിൻ്റെ പക്കൽ ചില വിടുതലുകൾ ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. പലപ്പോഴും ചുറ്റുപാടുകളെ നോക്കി, സാഹചര്യങ്ങളെ നോക്കി, അവസ്ഥകളെ നോക്കി ഭയപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് വന്നേക്കാം. എന്നാൽ യേശുവിൽ വിശ്വസിച്ചതിൻ്റെ അടുത്തേക്ക് പിന്നെയും നമുക്ക് കടന്നില്ല. നമ്മളിൽ ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ വി നെവർ ഗീവ് അപ്പ്. നമ്മൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോകുവാൻ ഇടവരത്തില്ല. ഒരിക്കലും നാം പിന്മാറുകയില്ല. കാരണം ഒരിക്കലും ദൈവം നമ്മളെ കൈവിടുകയില്ല. അതുകൊണ്ട് നമ്മളിൽ ശരിയായ വിശ്വാസത്തിൻ്റെ ഉറവ ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടുവാൻ ദൈവത്തോട്, ദൈവവചനത്തിൽ ആശ്രയിച്ച് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞാനിങ്ങനെ പറഞ്ഞ് എൻ്റെ വാക്കിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വിന്നർ നെവർ ക്വിറ്റ് ആൻഡ് ക്വിറ്റർ നെവർ വിൻ. ജയിക്കുവാൻ താല്പര്യമുള്ളവൻ ഒരിക്കലും പിന്തിരിഞ്ഞു പോകുകയില്ല. മറിച്ച് പിന്തിരിഞ്ഞു പോകുവാൻ താല്പര്യപ്പെടുന്നവൻ ഒരിക്കലും ജീവിതത്തിൽ ജയിക്കുകയില്ല. ആയതിനാൽ നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ എഴുന്നേൽക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളോ, വലിയ രോഗങ്ങളോ, ഒരിക്കലും ആർക്കും തീർക്കുവാൻ കഴിയാത്ത കടഭാരങ്ങളോ ബാധ്യതകളോ ഇന്നൊരു പക്ഷേ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. എന്നാൽ പക്ഷപാതക്കാരനെ പോലെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിലും ദൈവം പ്രവർത്തിക്കുമെന്ന് മറന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുന്നെങ്കിൽ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ യേശു ജീവിതത്തിൻ്റെ ഏത് നിർണായക ഘട്ടത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മളോട് കൂടെയുണ്ട്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നിൻ്റെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ നിൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഞങ്ങളുടെ പാപത്തെ മോചിക്കുവാൻ, ഞങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, ഞങ്ങളുടെ പ്രതിസന്ധിയെ ജയിച്ചു കയറുവാൻ അനിവാര്യമാകുന്ന ബലം അങ്ങയുടെ പക്കലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ അങ്ങയിൽ ആശ്രയിപ്പാൻ അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് അവരുടെ മേൽ ബാധിക്കുന്ന പ്രതിസന്ധികളെ വിശ്വാസത്താൽ ജയിച്ച് ജയാളികളാകുവാൻ ആവശ്യമായ ആത്മീക ബലം ഈ പ്രാർത്ഥനയിലുള്ള നിൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം മനസ്സറിയണം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.